ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്പെരിമെൻ്റൽ സ്റ്റഡി ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ ചിത്രമാണ്. ഇതിൽ നമ്മൾ പറയുന്നത് ഈ ചിത്രത്തിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഇവാക്യുവേറ്റഡ് ഗ്ലാസ് അല്ലെങ്കിൽ ക്വാർട്സിൻ്റെ ട്യൂബാണ്. അതിലൊരു ഫോട്ടോ സെൻസിറ്റീവ് പ്ലേറ്റ് ഉണ്ട്, അതിൻ്റെ നെയിം സി എന്നാണ്. ഒരു മെറ്റൽ പ്ലേറ്റ് ഉണ്ട്, അത് എ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മളൊരു മോണോക്രോമാറ്റിക് സോഴ്സ് എസ്സിൽ നിന്ന് സഫിഷ്യൻ്റ്ലി ഷോർട്ട് വേവ് ലെങ്ത്ത് നമ്മുടെ വിൻഡോയിലൂടെ ഡബ്ല്യു എന്ന് പറയുന്ന വിൻഡോയിലൂടെ ഫോട്ടോ സെൻസിറ്റീവ് പ്ലേറ്റായ സിയിലേക്ക്, അതായത് എമിറ്ററിലേക്ക് നമ്മൾ പാസ് ചെയ്യുകയാണ്. ഒരു ട്രാൻസ്പെറൻറ്റ് ക്വാർട്സ് വിൻഡോ ആണ് നമ്മൾ ഗ്ലാസ് ട്യൂബിൽ ഉപയോഗിക്കുന്നത്. അത് അൾട്രാവയലറ്റ് റേഡിയേഷൻ അതിനുള്ളിലൂടെ പാസ് ചെയ്യുന്ന തരത്തിലാണ് അതെടുത്തിരിക്കുന്നത്. ആ റേഡിയേഷനാണ് ഫോട്ടോ സെൻസിറ്റീവ് പ്ലേറ്റ് സിയിലേക്ക് എത്തുന്നത്. ആ സിയിൽ നിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യപ്പെടുകയും അത് പ്ലേറ്റ് എ എന്ന് പറയുന്ന കളക്ടർ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉണ്ടാവുന്ന അതിന് കാരണമാവുന്നത് ഒരു ഇലക്ട്രിക് ഫീൽഡ് ബാറ്ററി കൊണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഈ ബാറ്ററി ഒരു കൃത്യമായ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്ലേറ്റ് സിയിലും എയിലും വരത്തക്ക രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന് വേണമെങ്കിൽ നമുക്ക് മാറ്റാവുന്നതാണ്, അത് ചേഞ്ച് ചെയ്യാവുന്നതാണ് അതിൻ്റെ വാല്യൂ. ഇനി പൊളാരിറ്റി ഓഫ് പ്ലേറ്റ്സ് സി ആൻഡ് എ എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെരിമെൻറ്റിൻ്റെ ആവശ്യത്തിനനുസരിച്ച് റിവേഴ്സ് ചെയ്യാൻ പറ്റും. അതിനായിട്ടൊരു കമ്മ്യൂട്ടേറ്ററും ഉപയോഗിച്ചിട്ടുണ്ട്. പ്ലേറ്റ് എ എന്ന് പറയുന്നത് ഒരു കൃത്യമായ പോസിറ്റീവ് പൊട്ടൻഷ്യലിലോ അല്ലെങ്കിൽ നെഗറ്റീവ് പൊട്ടൻഷ്യലിലോ വിത്ത് റെസ്പെക്റ്റ് ടു എമിറ്ററിനനുസരിച്ച് സിക്കനുസരിച്ച് നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് ഈ ഒരു സംവിധാനം കൊണ്ട് സാധിക്കും. ഇനി നമ്മുടെ കളക്ടർ പ്ലേറ്റ് എ പോസിറ്റീവ് ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇലക്ട്രോൺസ് അതിനോട് അട്രാക്റ്റ് ചെയ്യപ്പെടുകയും അങ്ങോട്ട് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുകയും ചെയ്യും. അപ്പോൾ സർക്യൂട്ടിലൊരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എമിറ്റർ ആൻഡ് കളക്ടർ പ്ലേറ്റ് വോൾട്ട് മീറ്റർ വി കൊണ്ട് മെഷർ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മൈക്രോ അമ്മീറ്റർ ഉപയോഗിക്കുന്നുണ്ട്. മൈക്രോ അമ്മീറ്റർ ആയതുകൊണ്ട് എന്നാണ് അതിൻ്റെ സിമ്പൽ. ഈ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ നമ്മൾ ഈ പൊട്ടൻഷ്യൽ കളക്ടർ പ്ലേറ്റിനും എമിറ്ററിനും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസപ്പെടുത്തുന്നതുകൊണ്ട് സാധിക്കും. ഇനി ഇൻറ്റൻസിറ്റിയെക്കുറിച്ചും ഫ്രീക്വൻസിയെക്കുറിച്ചും പറയുകയാണെങ്കിൽ അതും നമുക്ക് വ്യത്യാസപ്പെടുത്താൻ സാധിക്കും. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ചിത്രത്തിലെ അറേഞ്ച്മെൻറ്റിൽ നമ്മൾ ചെയ്യുന്നത് ഫോട്ടോ കറണ്ട് 4 വിധത്തിൽ വ്യത്യാസപ്പെടുത്തുന്നതാണ്. ഒന്നാമത്തേത് ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻ അനുസരിച്ച്, രണ്ടാമത്തേത് ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ അനുസരിച്ച്, മൂന്നാമത്തേത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലേറ്റ്സ് എ ആൻഡ് സിക്ക് അനുസരിച്ച്, നാലാമത്തേത് നേച്ചർ ഓഫ് മെറ്റീരിയൽ പ്ലേറ്റ് സിക്ക് അനുസരിച്ച്. ഇതിൽ ലൈറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് എങ്ങനെയാണ് വരുത്തുന്നതെന്ന് വെച്ചാൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കളേർഡ് ഫിൽറ്റേഴ്സ് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ കളേർഡ് ഗ്ലാസ് ആ ലൈറ്റ് വരുന്ന പാത്തിൽ വയ്ക്കുകയോ ചെയ്തിട്ടാണ് നമ്മൾ സിയിൽ വരുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്നത്. ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ചേഞ്ച് ചെയ്യുന്നത് ഡിസ്റ്റൻസ് ഓഫ് സോഴ്സ് ഓഫ് ലൈറ്റ് ഫ്രം എമിറ്റർ വഴിയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്.